ആട്ടുകാട്ടം താഴേക്ക് മൂടി വെക്കാം. പ്രാവശ്യം ഒരുവിധം പൊടിഞ്ഞ ആട്ടുകാട്ടാണ്, അതുകൊണ്ട് വണ്ടി കയറ്റിയൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. വേണ്ടല്ലേ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ചാരമൊക്കെ കുറച്ച് ചാരം അതിന് മേലെ ഇട്ടിട്ടുണ്ടായി, അത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആട്ടുകാട്ടത്തിനൊപ്പം ചാരം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ചാക്കിലേക്കാക്കണം. ഒരുവിധം പൊടിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വണ്ടി കയറ്റി പൊടിക്കുക ചെയ്യും. മഴ കിട്ടിയെങ്കിലും ഇപ്പോഴും നല്ല ചൂടാ. ഏകദേശം ഒരു 5 ചാക്കിലേക്ക് ഞാൻ നിറച്ചിട്ടുണ്ട്. ഒന്നിലും ഫുള്ളായിട്ടില്ല, പകുതിയായിട്ട്. എന്നാലും നമുക്ക് അളപ്പിൽ കൂടെ എടുത്തിട്ട് കൊണ്ടാൻ പറ്റുള്ളൂ. ഇത് മൂത്രത്തോടുകൂടിയുള്ള ആട്ടുംകാട്ടാണ്, അപ്പോൾ അത്യാവശ്യം കനമുണ്ട്. ഒരുവിധം പൊടിഞ്ഞിട്ടുള്ളൂ. തൽക്കാലം ഇപ്പം അതിൽ നിർത്തുകയാണ്. ഇനി ഇത് മൂടിയിടാം. ഇതിട്ട് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി. നല്ല വെയിലും നല്ല മഴക്കാറും ഉണ്ട്. അടിപൊളി കാലാവസ്ഥ. മൂത്രത്തോടുള്ള ആട്ടുകാരാണ് വെയിറ്റ്. ഇത്ര ഇടാൻ പറ്റും, ബാക്കി പിന്നെ അടുത്ത്. ഓരോന്നൊരു ഭാഗത്തേക്ക് ഇറക്കി വെക്കും. ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. പ്രാവശ്യം മൂത്രത്തോടുകൂടിയുള്ള ആട്ടുമുളക് ഒരുവിധം അത്യാവശ്യം ഒന്നേയും അത് കൂട്ടി തന്നെ പൊടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. സാധാരണ ഞാൻ വണ്ടി കയറ്റി പൊടിക്കുക ചെയ്യാറ്. കുരുമുളകിനുള്ള ഏറ്റവും നല്ലൊരു ജൈവവളത്തിൽപ്പെട്ടാണ് ഈ ആട്ടുംകാട്ടം. ഇതിലാകുമ്പോൾ ഒരുപാട് മൂലകങ്ങളും പോഷകങ്ങളും എല്ലാം നമ്മുടെ കുരുമുളക് ചെടിക്ക് കിട്ടിക്കൊള്ളും.
റെഡിയാക്കി അപ്പോൾ ഞാൻ ചപ്പൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ കൈകൊണ്ട് പുല്ല് ചോട്ടിലെ പുല്ലൊക്കെ പറിച്ചാണ്. എന്നാൽ എന്നിട്ട് അതിന് ശേഷം മെഷീൻ കൊണ്ട് പുല്ല് വെട്ടുക. അപ്പോൾ കുറച്ച് ചപ്പൊക്കെ എൻ്റെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആട്ടുമുളക് ഇടാം. ഇത് ചെറിയ പൊടിയാണ്. ചെറിയ പൊടിക്കാകുമ്പോൾ കുറച്ച് മതി. ചെറിയ പൊടിക്കാകുമ്പോൾ നമ്മൾ വളരെ കുറച്ചിട്ടാൽ മതി. ഇപ്പം മഴ ഉണ്ടെങ്കിലും നല്ല ചൂടും കൂടിയാണ്. അതുകൊണ്ട് ഇട്ടിട്ട് നമുക്കൊരു ചെറിയൊരു മഴ കിട്ടുമെന്ന് വളരെ നല്ല. മഴക്കാറുമുണ്ട്, നല്ല ഉഗ്രം വെയിലുമുണ്ട്. വെറൈറ്റി കാലാവസ്ഥയാണ്. നമ്മുടെ മട്ടിമരത്തിലുള്ള കൊടിയാണ്. അത് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇതേപോലെ റൗണ്ടിലായിട്ടുണ്ട് ആട്ടുംകാട്ടം. ജൈവവളം ഏതാണെങ്കിലും ഇങ്ങനെ ചുറ്റിനായിട്ടുണ്ട്. അതിന് ചോട് വരുന്ന ഭാഗത്തൊരു അല്പം കൂടുതലിട്ടാലും കുഴപ്പമില്ല. തോട്ടിലേക്ക് മുട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേരൊക്കെ മണ്ണിൻ്റെ മുകളിൽ കൂടെ വന്നത്. പുല്ല് വെട്ടിപ്പോൾ ഓരോ ചപ്പയും ചോട്ടി. ചോട്ടിൽ കാട് എപ്പോഴും ഇതുപോലെ കൈകൊണ്ട് പറിക്കണം. അത് കൈക്കോട്ട് കൊണ്ടൊന്നും ചെത്താൻ പാടില്ല, തൂമ്പ പോലുള്ളത്. കാരണം ഇതിൻ്റെ വേരുപടലങ്ങൾ മണ്ണിൻ്റെ മുകളിൽ നിൽക്കും. അതിന് ക്ഷതമേക്കാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്കിടാം. ചോട് വരുന്ന ഭാഗത്ത് കുറച്ച് കൂടുതലും അല്ലാത്തവർക്ക് ഇങ്ങനെ ചുറ്റുന്നിടാം. ഇത് മുന്നേ ഞാൻ ആട്ടുംകാട്ട ഇടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നും കൂടി പുതിയതായിട്ട് കുരുമുളക് കൃഷിയിലേക്ക് വരുന്നവർക്കൊരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജൈവ രീതിയിലുള്ള കുരുമുളക് കൃഷി. ഇത് മട്ടിമരം കണ്ടില്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വിളവ് കിട്ടിയൊരു കൊടിയാണ്. ഒരു 8-10 കിലോ ഉണക്ക കുരുമുളക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിളവ് കൂടുതലുള്ള കുരുമുളക് ചെടിയിൽ ജൈവവളം ഇടുമ്പോൾ എപ്പോഴും അതിനനുസരിച്ച് കൂടുതൽ ഇടണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതിന് മഞ്ഞൾപ്പുരവും പിടിക്കും. കാരണം നന്നായി വിളവ് കിട്ടുമ്പോൾ അതിന് മൂലകങ്ങളും പോഷകങ്ങളൊക്കെ ഒരുപാട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന അളവിൽ കൂടുതലായിട്ട് നമ്മൾ നല്ല രീതിയിൽ വിളവുള്ള കുരുമുളക് ചെടിക്ക് ഇടണം. ഇപ്പോൾ ഇത് നല്ല വിളവ് കിട്ടിയൊരു കൊടിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ കൊടിക്ക് ഇടുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും ഇടണം. എന്നാലും ഇതിന് മൂലകങ്ങളും പോഷകങ്ങളുള്ള കുറവ് മാറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിന് മഞ്ഞൾപ്പുരവും വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്രാവശ്യം നല്ല ഇരട്ടിയിൽ ജൈവവളം ഇടാം. ഇതൊന്നും പോരാതിന് ഒരു 10 കിലോയ്ക്ക് അടുത്ത് ഉണക്കക്കുരുമുളക് കിട്ടിയ കൂടിയാണ്. നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ വളം എടുത്തിട്ട് തരാം. നമ്മൾ കുറച്ചിട്ട് ഇനി ഒന്നുകൂടി കുറച്ചുകൂടി ഇടുകയാണ്. എപ്പോഴും കുരുമുളക് കൃഷിയിൽ നമ്മുടെ നോട്ടം പോലെയാണ് വിളവ് കിട്ടുക. അപ്പോൾ ഇത് എല്ലാ കൊടിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജൈവവളം ഇടുമ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ഇടുന്ന ഏറ്റവും നല്ലത്. കൂടുതൽ വിളവ് കിട്ടിയ കൊടി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് കൂടുതൽ അളവിലിടണം. നല്ല ചുറ്റിനും ഇട്ടിട്ടുണ്ട്. മതിയോ? നമ്മുടെ ചെറിയ മട്ടിത്തൈയിലുള്ള കുരുമുളക് ചെടികളാണ്. അതിന് കുറച്ചിട്ടായി. പ്രാവശ്യം നേരത്തെ വേനൽ മഴ കിട്ടാനും ചെറിയ കൊടികളൊന്നും കാര്യമായിട്ട് പോയില്ല. ഞാൻ ഒരുവിധം ചെറുതെല്ലാം ഓല കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. ആ ഓല കൊണ്ട് മറച്ചതും ചപ്പെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ഈ ജൈവവളം ഇടുന്നത്. അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. കൊടിയുടെ ചോടും പരിസരം വേനൽ മഴയ്ക്ക് ശേഷം നമ്മൾ വൃത്തിയാക്കിടണം.
ഇല്ലെങ്കിൽ പുഴുവുണ്ട്, അതുപോലെ തിരി തിന്നുന്ന പുഴു, ഒച്ച തുടങ്ങിയതിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വേനൽമഴയ്ക്ക് ശേഷം കുരുമുളകിൻ്റെ ചുവടും പരിസരവും എല്ലാം നന്നായി വൃത്തിയാക്കിയിടുക. പ്രത്യേകിച്ച് നമ്മൾ ജൈവവളം ഇടുന്ന സമയത്ത്, അതിപ്പോൾ രാസവളമാണെങ്കിലും എന്തിനാണെങ്കിലും കുരുമുളകിൻ്റെ ചുവടും പരിസരവും നന്നായി വൃത്തിയായിട്ടിടണം. ഇതിപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പണി കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഭാഗത്തെ പുല്ലും ഒന്നും വെട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഭാഗത്തെ പുല്ല് വെട്ടി ചുവടൊക്കെ നമ്മൾ പള്ള പറിച്ചിട്ട് നമുക്കത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പണിക്കാരെ വെച്ചിട്ട് കുരുമുളകിൻ്റെ ചുവട്ടിലത്തെ പള്ള പറിക്കുകയും അതിനുശേഷം മെഷീനും കൊണ്ട് വെട്ടിക്കുകയും ചെയ്തു. ആ മെഷീൻ വെട്ടിയതിൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് കാണിക്കാം. അതിപ്പോൾ ഇടാം, മെഷീനും കൊണ്ട് നമ്മൾ വെട്ടിയത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേനൽ മഴയ്ക്ക് ശേഷമുള്ള കുരുമുളക് കൃഷിയുടെ ആദ്യത്തെ പരിചരണമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ജൈവവളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പരിപാടി ജൈവവളം ഇട്ട് കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ താങ്ങുമരത്തിനൊക്കെ ചോല വെട്ടിയിട്ട് വെളിച്ചം ഉറപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ പരിപാടിയായിട്ട് ആട്ടുംകാട്ടാണ് ജൈവവളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മുഴുവൻ കഴിഞ്ഞിട്ടില്ല, ബാക്കി ഇനി കുറച്ച് തെളിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നമ്മൾ മരത്തിൻ്റെ എല്ലാം കൊമ്പ് കിട്ടും. അത് രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.